നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. വരുന്നു ഇന്ത്യയുടെ തുറുപ്പുചീട്ട്, ഇന്ത്യയുടെ വജ്രായുധം. ഇനി ചെറിയ കളികളില്ല, രാജ്യത്തിന്റെ കളികൾ ഇനി മുതൽ വേറെ ലെവലിലേക്ക് പോവുകയാണ്. നമ്മുടെ രാജ്യം ആണവോർജ വിമാനവാഹിനി കപ്പലിനെ വിന്യസിക്കാനുള്ള വലിയ നീക്കത്തിലാണിപ്പോൾ. ഇന്ത്യയുടെ പ്രതിരോധ സ്ഥാപനം വരുന്ന 1.5 ദശകത്തിനുള്ളിൽ സമുദ്ര വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഒരു ആണവോർജ വിമാനവാഹിനി കപ്പലിനെ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച INS വിക്രാന്തിനെ പിന്തുടർന്ന് നിർമ്മിക്കുന്ന ഈ നിർദ്ദിഷ്ട കപ്പൽ പരമ്പരാഗത മോഡലിൽ നിന്ന് ആണവോർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ മേഖലയിലെ ഒരു വലിയ കുതിച്ചുചാട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. വളരെ ദൈർഘ്യമേറിയ പ്രവർത്തനക്ഷമതയും കൂടുതൽ പവർ പ്രൊജക്ഷനും മെച്ചപ്പെട്ട സ്റ്റെൽത്ത് സ്വഭാവ സവിശേഷതകളും പ്രാപ്തമാക്കുക എന്നതാണ് ഈ ഒരു മാറ്റം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ആണവ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഈ കപ്പലിൽ മാത്രമല്ല ഒതുങ്ങുക, മറ്റു കപ്പലുകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പദ്ധതി രാജ്യം തയ്യാറെടുക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതുതലമുറ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ് ഫൈറ്റർ TEDBF, തേജസ് MK2, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ AMCA എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ വിമാനങ്ങൾ നാവിക സാഹചര്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കും. അതുപോലെ തന്നെ പഴകിയ റഷ്യൻ MiG-29K വിമാനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കപ്പെടുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്കായി ഏകദേശം 63,000 കോടി രൂപയുടെ 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഫ്രാൻസുമായുള്ള 2025 ഏപ്രിലിലെ കരാർ വഴി INS വിക്രാന്തിന് കാലതാമസമില്ലാതെ നാവിക മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളുടെ ഒരു ശക്തമായ ശേഖരം വിന്യസിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലുള്ള 36 കര അധിഷ്ഠിത റഫേൽ വിമാനങ്ങളോടൊപ്പം പ്രവർത്തിപ്പിക്കും. കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നുമുള്ള യുദ്ധവിമാന പദ്ധതികളെ പിന്തുണയ്ക്കുന്ന പുതുതലമുറ ജെറ്റ് എഞ്ചിനുകളുടെ സംയുക്ത നിർമ്മാണത്തിനായി ഫ്രാൻസിന്റെ സഫ്രാനുമായി ഇന്ത്യയുടെ വ്യാവസായിക പങ്കാളിത്തം ഈ ദിശയിലുള്ള ഒരു നാഴികക്കല്ലായി തന്നെ കണക്കാക്കണം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വലിയ പ്രവർത്തന പാഠങ്ങൾ ഉൾക്കൊണ്ട ഒരു ഓപ്പറേഷനാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യ വിജയകരമായി നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നും പ്രവർത്തന പാഠങ്ങൾ ഉൾക്കൊണ്ട് തദ്ദേശീയ സംവിധാനങ്ങളുടെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് യുദ്ധം, മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ പ്രവർത്തനങ്ങൾ എന്നിവയിലുള്ള വിശ്വാസ്യതയെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവ യുദ്ധ സാഹചര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിച്ചു എന്നത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിദേശ വിതരണക്കാരിൽ നിന്ന് കാരിയർ സ്വാതന്ത്ര്യം നേടുന്നതിൽ INS വിക്രമാദിത്യയും വിക്രാന്തും നിർണായക ആദ്യ ചുവടുവയ്പ്പുകളെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും ആഗോള സമുദ്ര സാന്നിധ്യം നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവിൽ ഗണ്യമായ വർധനവാണ് ഈ പദ്ധതി കൊണ്ട് പ്രതിനിധീകരിക്കുന്നത്. അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ ആണവ വിമാനവാഹിനി കപ്പലുകൾ പ്രവർത്തിപ്പിക്കുകയോ അതുപോലെ തന്നെ വികസിപ്പിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആണവ വിമാനവാഹിനി കപ്പൽ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യയെ മേൽപ്പറഞ്ഞ ലോകരാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിലെ ഒരു അംഗമാക്കി മാറ്റുമെന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ 15 വർഷത്തെ പദ്ധതികളിൽ ആണവ പ്രൊപ്പൽഷൻ, തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, നൂതന വിക്ഷേപണ സംവിധാനങ്ങൾ, പൊതു സ്വകാര്യ നിർമ്മാണ നീക്കങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സമുദ്രസേനയുടെ പുനർനിർമ്മാണത്തെ സൂചിപ്പിക്കുന്നു.